നമസ്കാരം. നടൻ മോഹൻലാലിന്റെ വയനാട് സന്ദർശനവുമായി ബന്ധപ്പെട്ട് അപകീർത്തി പരാമർശം നടത്തിയതിന് സാമൂഹിക മാധ്യമങ്ങളിലൂടെ വൈറലായ ചെകുത്താൻ എന്ന പേജ് കൈകാര്യം ചെയ്യുന്ന തിരുവല്ല മഞ്ഞാടി ആമല്ലൂർ മഠത്തിൽ വീട്ടിൽ അജു അലക്സിനെതിരെ പോലീസ് കേസെടുത്തു. ഇയാൾ ഒളിവിൽ പോയി. അമ്മ സെക്രട്ടറി സിദ്ദിഖ് നൽകിയ പരാതിയിലാണ് കേസ് എടുത്തിട്ടുള്ളത്. വയനാട്ടിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ഇന്ത്യൻ ആർമിക്കും നടൻ മോഹൻലാലിനും എതിരെ FB പേജിൽ നടത്തിയ വിവാദ പരാമർശമാണ് കേസിന് ഇടയാക്കിയത്. കേസെടുത്തതിനു പിന്നാലെ ഇയാൾ ഒളിവിൽ പോയി. ഇയാൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി തിരുവല്ല SHO BK സുനിൽ കൃഷ്ണൻ പറഞ്ഞു. BNS-ലെ 192, 296B കേരള പോലീസ് ആക്ടിലെ 120O വകുപ്പുകൾ പ്രകാരമാണ് കേസ്. കഴിഞ്ഞ 3-നാണ് മോഹൻലാലിനും സൈന്യത്തിനും എതിരായ വീഡിയോ ഇയാൾ അപ്ലോഡ് ചെയ്തത്. സമൂഹമാധ്യമത്തിൽ മോഹൻലാലിനെ അപകീർത്തിപ്പെടുത്തുന്നതിനും ആരാധകർക്കിടയിൽ വിദ്വേഷം ജനിപ്പിച്ച് സമൂഹത്തിൽ ലഹളയുണ്ടാക്കുന്നതിനും അജു അലക്സ് ശ്രമിച്ചുവെന്നാണ് FIR. വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ധനസഹായവുമായി നടൻ മോഹൻലാൽ എത്തിയിരുന്നു. 25 ലക്ഷം രൂപയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് അദ്ദേഹം വാഗ്ദാനം ചെയ്തത്. നേരത്തെയും 2018 പ്രളയകാലത്തടക്കം മോഹൻലാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയിരുന്നു. മുൻപും ഐക്യത്തോടെയും ഒരുമയോടെയും ദുരിതങ്ങളെ നേരിട്ടുള്ള നാടാണ് കേരളം എന്നും ഇതും നമ്മൾ മറികടക്കുമെന്നാണ് മോഹൻലാൽ കുറിച്ചത്. അതേസമയം ദുരന്തമുഖത്ത് ധീരതയോടെ അക്ഷീണം തങ്ങളുടെ പ്രവർത്തനങ്ങൾ നടത്തുന്ന നിസ്വാർത്ഥരായ സന്നദ്ധ പ്രവർത്തകർ, പോലീസുകാർ, ഫയർ ആൻഡ് റെസ്ക്യൂ, NDRF, സൈനികർ, സർക്കാർ ഉദ്യോഗസ്ഥർ തുടങ്ങി അക്ഷീണം പ്രയത്നിച്ച ഓരോ വ്യക്തിയെയും അഭിവാദ്യം ചെയ്തും അദ്ദേഹം കുറിപ്പിട്ടു. മുമ്പും നമ്മൾ വെല്ലുവിളികളെ നേരിട്ടിട്ടുണ്ട്, കൂടുതൽ ശക്തരാവുകയും ചെയ്തിട്ടുണ്ട്. ദുഷ്കരമായ സമയത്ത് നമ്മൾക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി നിൽക്കാനും ഐക്യത്തിന്റെ ശക്തി കാണിക്കുവാനും താൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുവെന്ന് മോഹൻലാൽ വ്യക്തമാക്കിയിരുന്നു. മോഹൻലാൽ സൈന്യമടക്കമുള്ള രക്ഷാപ്രവർത്തകരുടെ ചില ഫോട്ടോകളും പങ്കുവച്ചിരുന്നു. തന്റെ 122 ഇൻഫൻട്രി ബറ്റാലിയനും ദുരന്തമുഖത്ത് മുൻനിരയിലുള്ളതിന് നന്ദിയുള്ളവനാണ് എന്നും മോഹൻലാൽ പറഞ്ഞു. അതേസമയം മോഹൻലാലിന് പുറമെ മമ്മൂട്ടി, ദുൽഖർ സൽമാൻ, ഫഹദ് ഫാസിൽ, നസ്രിയ, ആസിഫ് അലി തുടങ്ങിയ നിരവധി താരങ്ങളും ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായങ്ങൾ നൽകിയിരുന്നു. ദുരിതാശ്വാസ നിധിയിലേക്ക് മമ്മൂട്ടിയും ദുൽഖർ സൽമാനും 35 ലക്ഷം രൂപയും കൈമാറിയിരുന്നു. ആദ്യഘട്ടമായി മമ്മൂട്ടി 20 ലക്ഷം രൂപയും ദുൽഖർ 15 ലക്ഷം രൂപയുമാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയത്. തുക മന്ത്രി P രാജീവാണ് ഏറ്റുവാങ്ങിയത്. മമ്മൂട്ടി കെയർ ഫൗണ്ടേഷന്റെ ഭാഗമായായിരുന്നു തുക കൈമാറിയത്. ഒരുപാട് പരിചയവും ഒരുപാട് സ്നേഹവും ഒരുപാട് ഇന്ററാക്ഷൻസ് ഉള്ള ഒരാളാണ്. തീർച്ചയായിട്ടും അവർക്ക് മാത്രമല്ല, ഇവിടെ വന്നിരിക്കുന്ന വേറെ പല യൂണിറ്റുകളും ഉണ്ട്.